നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് അഥവാ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കേണ്ട വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ആണിത്. കുട്ടികളുടെ ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് മുതൽ പ്രോജക്റ്റ് അവതരണം വരെയുള്ള ഘട്ടങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് അപേക്ഷ ക്ഷണിച്ച വിവരവും ഇതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്ന വിവരവുമെല്ലാം മുൻപത്തെ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ബാലശാസ്ത്ര കോൺഗ്രസിന് എങ്ങനെയാണ് പ്രൊജക്റ്റ് തയ്യാറാക്കുക, അതിൻ്റെ നടപടികൾ എന്തെല്ലാമാണ്, ആർക്കാണ് ഇവയെല്ലാം സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്രോജക്റ്റുകളുടെ മൂല്യനിർണ്ണയം തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളും സംശയങ്ങളും ഉള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാമുണ്ട്. അവർക്കെല്ലാം ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. ഒരു ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ പ്രോജക്റ്റ് രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി 2 വിദ്യാർത്ഥികൾ അടങ്ങിയ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ് വേണ്ടത്. വിദ്യാലയങ്ങളിലെത്തി പ്രൊജക്റ്റ് ചെയ്യാനും അത് അവതരിപ്പിക്കാനുമുള്ള വിദ്യാർത്ഥികളാണ് ഇവർ. 10 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണം ഈ വിദ്യാർത്ഥികൾ. നടപ്പ് വർഷത്തെ ഡിസംബർ 31 അടിസ്ഥാനമാക്കിയാണ് വയസ്സ് നിർണ്ണയിക്കുക. 10 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ലോവർ ഗ്രൂപ്പിലും 14 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾ അപ്പർ ഗ്രൂപ്പിലും ഉൾപ്പെടും. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വയസ്സിൽ ഇളവുണ്ട്. ഗ്രൂപ്പിലെ 2 കുട്ടികളും വയസ്സിന്റെ അടിസ്ഥാനത്തിൽ ലോവർ ഗ്രൂപ്പിലും അപ്പർ ഗ്രൂപ്പിലും ഉൾപ്പെട്ടു പോയാൽ ടീമിനെ പിന്നീട് അപ്പർ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രൂപ്പിലെ അംഗങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു കുട്ടിയെ ഗ്രൂപ്പ് ലീഡറായി തിരഞ്ഞെടുക്കണം. ഗ്രൂപ്പിലെ ഏത് കുട്ടിക്ക് വേണമെങ്കിലും ഗ്രൂപ്പ് ലീഡർ ആകാം. ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റം സാധ്യമല്ല. ഗ്രൂപ്പ് ലീഡർ ആണ് എല്ലാ ഘട്ടത്തിലും പ്രോജക്റ്റ് അവതരിപ്പിക്കുക. അടുത്തതായി പ്രോജക്റ്റ് ഗൈഡിനെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. സ്കൂളിലെ അധ്യാപകരാണ് മിക്കപ്പോഴും പ്രോജക്റ്റ് ഗൈഡ് ആവുക. ഗൈഡിന്റെ സഹായത്തോടു കൂടിയാണ് പിന്നീട് കുട്ടികൾ തങ്ങളുടെ പ്രോജക്റ്റ് പൂർത്തീകരിക്കേണ്ടത്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ തീമിനും ഘടനയ്ക്കും അനുസൃതമായി കുട്ടികൾ പ്രോജക്റ്റ് പൂർത്തീകരിക്കുന്നുണ്ട് എന്ന് ഗൈഡ് ഉറപ്പുവരുത്തണം. പ്രോജക്റ്റിനുള്ള വിഷയം തിരഞ്ഞെടുക്കുകയാണ് അടുത്ത ഘട്ടം. ഓരോ 2 വർഷവും ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ ഒരു മെയിൻ തീമും 5 സബ് തീമുകളും നിർണയിക്കപ്പെട്ടിട്ടുണ്ടാകും. ഉദാഹരണമായി 2026-27 വർഷത്തെ മെയിൻ തീം സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ സസ്റ്റൈനബിലിറ്റി എന്നതാണ്. ഈ തീമിനെയും അതിന്റെ 5 സബ് തീമുകളെയും കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോ കാണുക. തീമിനെ അടിസ്ഥാനമാക്കി വേണം പ്രോജക്റ്റിന്റെ വിഷയം തിരഞ്ഞെടുക്കാൻ. പ്രോജക്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ട അധ്യാപകരെയും വിദഗ്ധരെയും ഗൈഡിന്റെ കൂടെ സന്ദർശിച്ച് ആവശ്യമായ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റിന് കൂടുതൽ ശക്തി പകരും. അടുത്തതായി 2 കാര്യങ്ങൾ സമാന്തരമായി ചെയ്യണം. ഒന്നാമത്തേത് നിങ്ങളുടെ പ്രോജക്റ്റ് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. വെബ് പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ncsc.in/register എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പിലെ 2 അംഗങ്ങളും പ്രൊജക്റ്റ് ഗൈഡും പ്രത്യേകം രജിസ്റ്റർ ചെയ്യണം. പ്രോജക്റ്റിന്റെ പ്രവർത്തനം സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. പ്രോജക്റ്റിന്റെ പഠന രീതിയും ഘടനയും തീരുമാനിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ പഠന രീതി ഒരു സർവേയെ അടിസ്ഥാനമാക്കിയതോ അല്ലെങ്കിൽ പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയതോ അല്ലെങ്കിൽ രണ്ടും കൂടി സമന്വയിപ്പിച്ചതോ ആകാം. വിവരങ്ങൾ ശേഖരിക്കാനുള്ള ചോദ്യാവലി തയ്യാറാക്കൽ, സർവേ, അഭിമുഖം എന്നിവയെല്ലാം ഈ ഘട്ടത്തിൽ ഉൾപ്പെടും. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ അപഗ്രഥനം ചെയ്ത് അന്തിമ ഫലത്തിലെത്തുക. പ്രോജക്റ്റിന്റെ വിവിധ ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ ഒരു നോട്ട്ബുക്കിൽ അതാത് തീയതികളിൽ രേഖപ്പെടുത്തണം. ഇതിന് പ്രോജക്റ്റ് ലോഗ് ബുക്ക് എന്ന് പറയും. കുട്ടികളുടെ കൈപ്പടയിലാണ് ലോഗ് ബുക്കിൽ എഴുതേണ്ടത്. അടുത്തതായി നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഒരു സംഗ്രഹം അഥവാ അബ്സ്ട്രാക്ട് തയ്യാറാക്കുക. എന്താണ് പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേഗത്തിൽ മനസ്സിലാക്കാനാണ് അബ്സ്ട്രാക്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ആദ്യ വിലയിരുത്തൽ തന്നെ ആബ്സ്ട്രാക്ട് വെച്ച് നടക്കും. അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇംഗ്ലീഷിലാണ് ആബ്സ്ട്രാക്ട് തയ്യാറാക്കേണ്ടത്. മലയാളത്തിൽ എഴുതിയാലും പിന്നീട് ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം.
ലോവർ ഗ്രൂപ്പിന് 250 വാക്കുകളും അപ്പർ ഗ്രൂപ്പിന് 300 വാക്കുകളുമാണ് ആബ്സ്ട്രാക്റ്റിന്റെ പരമാവധി ദൈർഘ്യം. ആബ്സ്ട്രാക്ട് തയ്യാറായാൽ അത് സമർപ്പിക്കാൻ ചില ജില്ലകൾ ആവശ്യപ്പെടാറുണ്ട്. ജില്ലാതല മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന ജില്ലാ കോർഡിനേറ്റർ ആവശ്യപ്പെടുന്ന സമയപരിധിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആബ്സ്ട്രാക്ട് സമർപ്പിക്കുക. പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ റിപ്പോർട്ട് തയ്യാറാക്കാം. നിങ്ങളുടെ പ്രോജക്റ്റിന്റെ വിവിധ ഘട്ടങ്ങളും പഠന രീതിയും വിലയിരുത്തലുകളും കണ്ടെത്തലുകളും എല്ലാം ഈ റിപ്പോർട്ടിൽ വസ്തുനിഷ്ഠമായി വിശദീകരിക്കണം. ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, നീഡ് സ്റ്റേറ്റ്മെന്റ്, ഹൈപ്പോത്തിസിസ്, വർക്ക് പ്ലാൻ, മെത്തഡോളജി, ഒബ്സർവേഷൻസ്, അനാലിസിസ്, റിസൾട്ട്സ്, കൺക്ലൂഷൻസ്, ഇൻഫറൻസസ്, സൊല്യൂഷൻ ടു ദി പ്രോബ്ലം, ഫ്യൂച്ചർ പ്ലാൻ, അക്നോളജ്മെന്റ്, റെഫറൻസസ്, അപ്പൻഡിക്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഈ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉണ്ടാകും. ഈ പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലോവർ ഗ്രൂപ്പിന് 2500 വാക്കുകളും അപ്പർ ഗ്രൂപ്പിന് 3000 വാക്കുകളുമാണ് പ്രോജക്ട് റിപ്പോർട്ടിന്റെ പരമാവധി ദൈർഘ്യം. പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ട രീതികളെക്കുറിച്ച് വിശദമാക്കുന്ന മറ്റൊരു വീഡിയോ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എഴുതി തയ്യാറാക്കിയ പ്രോജക്ട് റിപ്പോർട്ടും ലോഗ് ബുക്കും ജില്ലാ കോർഡിനേറ്റർക്ക് സമർപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിൽ ജില്ലാ മത്സരം നടക്കുന്നതിനാൽ ഓഗസ്റ്റ് മാസം അവസാനമോ സെപ്റ്റംബർ ആദ്യമോ ആയിരിക്കും പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി. അതാത് ജില്ലാ കോർഡിനേറ്റർമാർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാകും. ജില്ലാ കോർഡിനേറ്റർ നൽകുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ പ്രോജക്ട് റിപ്പോർട്ടും ലോഗ് ബുക്കും സമർപ്പിച്ചിരിക്കണം. പ്രോജക്ട് റിപ്പോർട്ടിന്റെ മൂല്യനിർണ്ണയം ആദ്യഘട്ടത്തിൽ തന്നെ നടക്കും. ഈ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവതരണത്തിനുള്ള പ്രോജക്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത്. പ്രോജക്റ്റ് അവതരണത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ട ദിവസവും സമയവുമെല്ലാം ജില്ലാ കോർഡിനേറ്റർ അറിയിക്കും. നേരത്തെ നൽകിയ പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ നേരിട്ടുള്ള വായനയല്ല പ്രോജക്റ്റ് അവതരണം, മറിച്ച് പ്രത്യേകം തയ്യാറാക്കിയ സ്ലൈഡുകളുടെയും ചാർട്ടുകളുടെയും സഹായത്തോടെ നടത്തുന്ന സ്വതന്ത്രമായ അവതരണമാണിത്. 3 അംഗ ഇവാലുവേറ്റർ പാനലിന്റെ മുന്നിലാണ് ഈ അവതരണം നടത്തുക. പരമാവധി 8 മിനിറ്റാണ് ഒരു അവതരണത്തിന് ലഭിക്കുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് ലീഡറാണ് പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ടത്. വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ജ്ഞാനം, പ്രോജക്റ്റിന്റെ മൂല്യം തുടങ്ങിയവയെല്ലാം ഈ അവതരണത്തിലൂടെ വിലയിരുത്തപ്പെടും. പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെയും പ്രോജക്റ്റ് അവതരണത്തിന്റെയും മികവിന്റെ അടിസ്ഥാനത്തിൽ മികച്ച പ്രോജക്റ്റുകൾ ജില്ലാതലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന മികച്ച പ്രോജക്റ്റുകൾ സംസ്ഥാന തലത്തിൽ മാറ്റുരയ്ക്കും. അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രോജക്റ്റുകൾ പിന്നീട് ദേശീയ തലത്തിലേക്ക് യോഗ്യത നേടും. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ വിവരങ്ങൾ പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. മികച്ചൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം, പ്രോജക്റ്റുകളുടെ മൂല്യനിർണ്ണയം എങ്ങനെയാണ് തുടങ്ങി ഒട്ടേറെ സംശയങ്ങൾ ഇനിയും ഉണ്ടാകും. അവയെല്ലാം മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം. നന്ദി, നമസ്കാരം.